ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു യുവർ ക്ലാസ് റൂം. അപ്പം നമ്മൾ ഇന്ന് വരക്കാൻ പോകുന്നത് പട്ടം പറത്തുന്ന ആൺകുട്ടിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പട്ടം പറത്തുന്ന ഒരു പെൺകുട്ടിയെ വരച്ചു. അതിൻ്റെ കൂടെ ഒരു നായ്ക്കുട്ടിയുള്ള ഒരു പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്തരം ഒരു പേര്? ടി.കെ. പത്മിനി എന്ന് പറയുന്ന ഒരു പ്രശസ്ത ചിത്രകാരി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആൾ ഇല്ല. ആളുടെ 29ാമത്തെ വയസ്സിൽ മരിച്ചതാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ചിത്രകാരിയാണ് ടി.കെ. പത്മിനി. അവരുടെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ചിത്രമുണ്ട്. അവർ മരിക്കുന്നതിന് മുന്നായിട്ട് വരച്ചിട്ടുണ്ടായിരുന്ന പട്ടം പറത്തുന്ന പെൺകുട്ടി. ആ ഒരു പേരുമായിട്ട് സാമ്യം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പട്ടം പറത്തുന്ന പെൺകുട്ടിയെ വരച്ചു. അപ്പോൾ നമുക്ക് ബോയ്സിന് വേണ്ടിയിട്ട് ഒരു പിക്ചർ കൂടി ചെയ്യാം എന്ന് കരുതി. പിന്നെ നമ്മൾ ഈ ഫേസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. നമ്മൾ ഫ്രണ്ട് പോസും അതേപോലെ സൈഡ് പോസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഫേസിന് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അത് നമുക്ക് നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. പിന്നെ നിങ്ങൾ വരക്കുമ്പോൾ HB പെൻസിൽ, അതിൽ ലൈറ്റായിട്ടുള്ള പെൻസിലുണ്ടല്ലോ, ഗ്രേഡ് HB എന്നുള്ള പെൻസിൽ മാത്രം യൂസ് ചെയ്യുക. അതും ലൈറ്റായിട്ട് വരക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഡ്രോയിങ്ങിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല കുട്ടികളും പല മീഡിയം യൂസ് ചെയ്യുന്നവരായിരിക്കും. ചിലർ വരക്കാൻ പഠിക്കുന്നതേ ഉണ്ടാവുള്ളൂ, ചിലർ കളറിങ് ചെയ്യുന്നുണ്ടാവും, ചിലർ ഷെയ്ഡിങ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തതുകൊണ്ട് തന്നെ ആർക്കൊക്കെ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വീഡിയോസും ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഓരോ പ്ലേലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് സിമ്പിൾ ഡ്രോയിങ്സ് ആയിരിക്കും ചിലർക്ക് ആവശ്യം. അപ്പോൾ അത്തരക്കാർക്ക് സിമ്പിൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വാട്ടർ കളർ, അതേപോലെ അക്രിലിക്, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ചാനലിൽ കയറിയിട്ട് പിന്നെ എന്താ പറയുക, എല്ലാം കൂടി അങ്ങോട്ട് സെർച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പലർക്കും പലതായിരിക്കും പഠിക്കാൻ താല്പര്യം. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഫസ്റ്റിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടേ ഞാൻ ബേസിക്കിൻ്റെ തിയറി ക്ലാസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട്. തിയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡേ 1 എന്ന് പറഞ്ഞാൽ ഡേ 16 വരെയുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 2 പ്ലേലിസ്റ്റ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഒന്നാമത്തെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഓഫ് ആർട്ട് എന്ന് പറയുന്നതാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഡ്രോയിങ്ങിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നന്നായിട്ട് വൃത്തിക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ. ചില ആൾക്കാർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും വരക്കുന്നത് കാണാനും അതുപോലെ വരക്കണം എന്ന് തോന്നാനൊക്കെ. പക്ഷേ നിങ്ങൾക്ക് ആർക്കും കഴിവില്ലാത്ത ആരുമില്ല. പക്ഷേ നമുക്ക് ആ കഴിയില്ല എന്നുള്ള ആ തോന്നൽ മാറ്റിയിട്ട് ബേസിക്കായിട്ടുള്ള സ്റ്റെപ്പ് മുതൽ പഠിച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബോയ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ HB പെൻസിൽ മാത്രമേ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഡ്രോയിങ്ങിനെ കൂടാതെ കുറച്ചൊക്കെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ഒരു പ്ലേലിസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരുപാട് കുട്ടികൾക്ക് ഈ ഡ്രോയിങ്ങിൻ്റെ കൂടെ തന്നെ ക്രാഫ്റ്റ് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് അതുകൂടി കാണാം കേട്ടോ. കാരണം നമ്മളിപ്പോൾ സ്കൂളില്ല എന്നല്ല, നമുക്ക് സ്കൂളിലേക്ക് പോകാനുള്ളൊരു സിറ്റുവേഷനൊന്നുമില്ല. ബാക്കിയുള്ള ടൈം മൊത്തവും നിങ്ങൾ ഗെയിമിലും അങ്ങനെയൊക്കെ കളിച്ചിട്ട് ടൈം അങ്ങനെ വേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ആക്കുക അല്ലെങ്കിൽ നമ്മളൊരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കിയൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് വരും അല്ലേ. മറ്റത് 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളൂ. അത് നമ്മളങ്ങനെ ഇരുന്നിട്ട് സമയം അങ്ങനെ വേസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഒരാളും തന്നെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഉറങ്ങുന്നതിന് മുന്നായിട്ട് ചിന്തിക്കുക, ഇന്നത്തെ ദിവസം 24 അവേഴ്സിൽ ഇന്ന് ഞാൻ എന്ത് പുതിയതായിട്ടുള്ള കാര്യം ചെയ്തു, ഞാൻ എത്ര സമയമാണ് മൊബൈലിൻ്റെ മുമ്പിൽ ചിലവാക്കിയത് എന്നുള്ളതൊക്കെ നമ്മൾ സ്വയം ചോദിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും 24 അവേഴ്സ് തന്നെയുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ടൈം വേസ്റ്റ് ആക്കരുത്. അത് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ മുഴുകുക. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടെന്താണെന്ന് വെച്ചാൽ ക്രാഫ്റ്റിൻ്റെ വർക്കുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളത്
അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്ന പിക്ചർ എന്ന് വെച്ചാൽ ഒരു കുന്നിൻമുകളിൽ പട്ടം പറത്തുന്ന ആൺകുട്ടിയാണ്. കുന്നിൻമുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റൊന്നുമില്ല, ചെറുതായിട്ടുള്ളൊരു ഹൈറ്റ്. അപ്പോൾ നമ്മുടെ പട്ടം തന്നെ വളരെ ചെറുതാണ് കേട്ടോ. പിന്നെ പട്ടം അങ്ങ് ദൂരെ ആകാശത്തിൽ ലയിച്ചിട്ടൊന്നുമില്ല. പട്ടം അങ്ങ് പൊന്തി വരുന്നേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ബുക്കിൽ അതിനുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 ചെറിയ ബേഡ്സിനെയും കൂടി വരച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ഒഴിവാക്കരുത്. പിന്നെ നമുക്കിവിടെ 1-2 ക്ലൗഡ്സൊക്കെ വരച്ചു കൊടുക്കാം. പിന്നെ ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കളറിങ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൽ കളറിങ് ഒന്നും ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളറിങ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ വരക്കാൻ പഠിക്കുക എന്നുള്ളതാണല്ലോ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡ്രോയിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഷെയ്ഡിങ്, കളറിങ് അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ അത്ര വലിയ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ വരക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കളറ് കുറച്ചിട്ട് വേണം വരക്കാൻ കേട്ടോ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പേന യൂസ് ചെയ്തിട്ട് വരച്ചിട്ടുള്ളത്. ഓക്കെ.